നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അയോധ്യ മാറുന്നു. ജനുവരി 22-ന് നടന്ന പ്രതിഷ്ഠാ ചടങ്ങുകൾ കഴിഞ്ഞ് ഒരു മാസം കൊണ്ട് അയോധ്യയിൽ ലഭിച്ചത് 10 കിലോ സ്വർണം 25 കോടിയും. കാണിക്കയുടെ വിവരങ്ങൾ ഞെട്ടിക്കുന്നത്. അത്യാധുനിക മെഷീനുകൾ സ്ഥാപിക്കാൻ SBI. അങ്ങനെ അയോധ്യ ഭക്തരുടെ ഇഷ്ട ആരാധനാലയമായി മാറുകയാണ്. ജനുവരി 22-ന് നടന്ന പ്രതിഷ്ഠാ ചടങ്ങുകൾ കഴിഞ്ഞ് ഒരു മാസം പിന്നിടുമ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ഭക്തർ നൽകിയ കാണിക്കയുടെ വിവരങ്ങൾ പുറത്തുവിട്ട് അധികൃതർ. ഏകദേശം 10 കിലോഗ്രാമോളം സ്വർണവും 25 കിലോഗ്രാം വെള്ളിയും ഇതിനു പുറമെ പണമായും ചെക്കായും ഡ്രാഫ്റ്റായി ലഭിച്ച 25 കോടി രൂപയാണ് ഒരു മാസത്തിനകം ക്ഷേത്രത്തിൽ ലഭിച്ചത്. അതേസമയം ട്രസ്റ്റിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി നേരിട്ട് ലഭിക്കുന്ന തുകയുടെ കണക്ക് സമാഹരിച്ചിട്ടില്ലാത്തതിനാൽ ഈ വഴിയുള്ള തുക ഇതിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് രാമക്ഷേത്ര ട്രസ്റ്റ് ഓഫീസ് ഇൻചാർജ് പ്രകാശ് ഗുപ്ത പറഞ്ഞു. ഒരു മാസത്തിനകം ഏതാണ്ട് 60 ലക്ഷത്തോളം പേർ ക്ഷേത്രത്തിൽ എത്തിയെന്നാണ് കണക്ക്. ഏപ്രിൽ 17-ന് രാമനവമി ആഘോഷങ്ങൾ വരാനിരിക്കുന്നതിനാൽ ക്ഷേത്രത്തിലേക്കുള്ള ഭക്തരുടെ എണ്ണത്തിനും കാണിക്കയിൽ ലഭിക്കുന്ന വരുമാനത്തിനും വലിയ വർധനവുണ്ടാകുമെന്നാണ് ക്ഷേത്ര ട്രസ്റ്റ് പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് 50 ലക്ഷത്തോളം ഭക്തർ ഈ സമയത്ത് മാത്രം ക്ഷേത്രത്തിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. രാമനവമി സമയത്ത് കാണിക്കയായും സംഭാവനയായും ലഭിക്കുന്ന തുകയിൽ വർധനവുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് 3 അത്യാധുനിക ഓട്ടോമാറ്റിക് നോട്ടെണ്ണൽ മെഷീനുകൾ SBI ക്ഷേത്ര കോംപ്ലക്സിൽ സ്ഥാപിക്കും. നിലവിൽ 2 ഷിഫ്റ്റുകളിലായാണ് പണം എണ്ണിത്തിട്ടപ്പെടുന്നത്. തീർത്ഥാടകർക്ക് രസീത് നൽകാൻ 1 ഡസനോളം കമ്പ്യൂട്ടർവൽകൃത കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനു പുറമെ അത്രയും എണ്ണം ബോക്സുകളും കാണിക്കയിടാനായി ക്ഷേത്ര കോംപ്ലക്സിനുള്ളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ പൂർണ്ണ സജ്ജമായ ഒരു കൗണ്ടിംഗ് റൂം പണം എണ്ണിത്തിട്ടപ്പെടുത്താൻ വേണ്ടി മാത്രമായി ക്ഷേത്ര കോംപ്ലക്സിൽ പ്രവർത്തനം തുടങ്ങുമെന്നും പ്രകാശ് ഗുപ്ത പറഞ്ഞു. ക്ഷേത്രത്തിൽ ലഭിച്ച സ്വർണവും വെള്ളിയും മറ്റു അമൂല്യ ലോഹങ്ങളും ഉരുക്കി സൂക്ഷിക്കുന്നതിനുള്ള ചുമതല കേന്ദ്ര സർക്കാരിന്റെ നാണയ നിർമ്മാണ കേന്ദ്രത്തിന് കൈമാറിയിട്ടുണ്ട്. ഇതിനായി ഉദ്യോഗസ്ഥരെത്തി പ്രവർത്തനങ്ങൾ തുടങ്ങിയതായി ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര പറഞ്ഞു. ഇതിനു പുറമെ സംഭാവനകളും കാണിക്കകളും ചെക്കുകൾ ഡ്രാഫ്റ്റുകൾ പണമായ നിക്ഷേപം എന്നിവയെല്ലാം കൈകാര്യം ചെയ്യുന്നതിന് SBI ചുമതലപ്പെടുത്തിക്കൊണ്ട് ബാങ്കും ക്ഷേത്ര ട്രസ്റ്റും ധാരണാപത്രം ഒപ്പുവയ്ക്കുകയും ചെയ്തു. അതേസമയം അയോധ്യയിലെ ബാലകരാമന്റെ നിർമ്മാണ വേളയ്ക്കിടയിലെ ചിത്രം പങ്കുവെച്ച് ശില്പി അരുൺ യോഗിരാജ് കൊത്തിയെടുത്ത 51 നീളമുള്ള വിഗ്രഹത്തെ 5 വയസ്സുള്ള കുട്ടിയായാണ് ക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. വിഗ്രഹം കൊത്തിയെടുക്കുന്ന സമയത്തെ ചിത്രമാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. ഇതിൽ ബാലകരാമനെ താടിയിൽ പിടിച്ച് നിൽക്കുന്ന ശില്പിയെയാണ് കാണാനാകുക. ജോലി നടക്കുന്ന സമയത്ത് അനുപാതത്തിലും അളവിലും ആത്മവിശ്വാസം തോന്നിയതിനു ശേഷം നമ്മുടെ സെൻസിറ്റീവ് സ്പർശനത്തിലൂടെ രാംലല്ലയെ അനുഭവിച്ചറിയുന്നത് അന്തിമ ഫലത്തിൽ വലിയ മാറ്റമുണ്ടാക്കും. അരുൺ യോഗിരാജ് ചിത്രം പങ്കുവച്ചു കുറിച്ചു. നിരവധി പേരാണ് ഈ പോസ്റ്റിന് താഴെ അഭിനന്ദനവുമായി എത്തിയത്.